ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് പുതിയ വാലറ്റ് ലസാസ കോയിൻ വാലറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന വീഡിയോ ആണ് കാണിക്കുന്നത് ഇവിടെ. അപ്പോൾ കുറേ പേര് ഡൗട്ട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വിസിഡ് കോയിനായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ അതൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണെന്നും പറയാൻ കഴിയില്ല. എന്തായാലും നമുക്ക് കമ്പനി പറയുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് ചിലപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയാം, പേ ഔട്ട് കിട്ടാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ലസാസ കോയിൻ വാലറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. അത് യൂസ് ചെയ്യുക എല്ലാവരും, അല്ലെങ്കിൽ നിങ്ങൾ സൈറ്റിൽ അടിച്ചു കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ലസാസ കോയിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഈ കാണുന്ന സൈൻ അപ്പ് എന്ന ബട്ടൺ കാണാം. ഓക്കെ, സൈൻ അപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക എങ്ങനെയാണ് അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം ഇമെയിൽ ചോദിക്കുന്നുണ്ട്, ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്, അതുപോലെ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എന്താണ് അത് അവിടെ കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത ശേഷം നിങ്ങളുടെ പാസ്വേഡ്, അതായത് ഈ കോയിൻ വാലറ്റിൻ്റെ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ മിനിമം 8 ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലെറ്റേഴ്സ് അതുപോലെ അക്കങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ സ്ട്രോങ് പാസ്വേഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ലെറ്റേഴ്സിൽ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും #, ആ ചിഹ്നങ്ങൾ കൊടുക്കുക. ഓക്കെ, നമ്പേഴ്സ് കൊടുക്കുക. അതിനുശേഷം കൺഫേം പാസ്വേഡ് കൊടുത്ത ശേഷം ഈ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ കൊടുത്തപ്പോൾ എന്താ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്നുണ്ട് ഇത് വന്നിരുന്നു ഇപ്പോൾ മുകളിൽ. ഓക്കെ, മെയിൽ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. നമ്മൾ കൊടുത്ത ഇമെയിലും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് ആക്കാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് സൈൻ അപ്പ് കൊടുത്തിട്ട് ഇമെയിൽ അഡ്രസ്സും അതുപോലെ പാസ്വേഡും കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് അക്കൗണ്ട് ഉണ്ടാക്കുക എന്ന വീഡിയോ ആണ് കാണിക്കുന്നത് ഇവിടെ. ഓക്കെ, അതിനുശേഷം പേ ഔട്ട് റിക്വസ്റ്റ് കൊടുക്കുക. ടൈമും കാര്യങ്ങളും പിന്നെ പുതിയതായി അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് എന്തായാലും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അപ്ഡേറ്റ് കിട്ടിയാൽ എന്തായാലും പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ വാലറ്റ് എന്ന് കാണിക്കുന്നത്. ഇതാണ് ടോട്ടൽ. അപ്പോൾ ഡെസ്ക്ടോപ്പ് വ്യൂ, ഇത് മൊബൈലാണ് കാണിക്കുന്നത്. അപ്പോൾ ഡെസ്ക്ടോപ്പ് വ്യൂവിൽ കണ്ടാൽ ജസ്റ്റ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ വാലറ്റ് ലസാസ കോയിൻ വാലറ്റാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മാർഗത്തിലൂടെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്തായാലും. ഓക്കെ, ഇപ്പോൾ കുറേ പ്രശ്നങ്ങളും ഉണ്ടായല്ലോ. അതായത് ഇപ്പോൾ ക്യാമനോറ അതുപോലെ വിസൽ കോയിൻ വാലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടാക്കി ഒക്കെ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇതും അങ്ങനെ അവസ്ഥയിലേക്ക് എത്താതിരിക്കട്ടെ, അത്രേ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയാണ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇനി എങ്ങനെയാണ് നമ്മുടെ BTC ബിറ്റ്സിൽ നിന്ന് ബിറ്റെക്സിൽ നിന്നൊക്കെ എങ്ങനെയാണ് പേ ഔട്ട് റിക്വസ്റ്റ് ഇതിലേക്ക് കൊടുക്കുന്നതെന്ന വീഡിയോ ഞാൻ ഒന്ന് നയിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.